പറയുന്നു വഖാലു തഖദർ റഹ്മാനു വലദാ ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ. പരമകാരുണികനായ അല്ലാഹുവിന് സന്താനമുണ്ടെന്നവർ പറഞ്ഞു. അല്ലാഹ് സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അല്ലാഹു ശക്തമായി വിമർശിക്കുകയാണ്. എത്ര ഗൗരവമുള്ള വാക്കാവരാ പറഞ്ഞത് എന്നല്ല പറയുന്നുണ്ട്. അത് കേൾപ്പിച്ചിട്ട് അന്ന് ഞാൻ പറഞ്ഞിരുന്നു, പേരോടിനോട് ഞാൻ ചോദിച്ചിരുന്നു, അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞതിന് അള്ളാഹ് എന്തിനാ ദേഷ്യപ്പെട്ടത്? അള്ളാഹ്ക്ക് വിചാരിച്ചാ പോരായിരുന്നോ? അബൂജഹിൽ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അല്ലെങ്കിൽ മുശ്രിക്കീങ്ങൾ എന്തെങ്കിലും പറഞ്ഞോട്ടെ, അത് അവരുടെ വേറൊരു അള്ളാഹിനെ പറ്റിയാണ്, എന്നെ പറ്റിയല്ല. അള്ളാഹ്ക്ക് അങ്ങനെ പറഞ്ഞൂടെ? അള്ളാഹ് എന്തിനാ ദേഷ്യപ്പെട്ടത്? സാധാരണക്കാരായ ആളുകൾക്ക് ആർക്കും മനസ്സിലാവൂലേ അള്ളാഹ് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് ഒരാൾ പറയും. അപ്പൊ അതിന് അള്ളാഹ് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അള്ളാഹിനെ പറ്റി പറഞ്ഞതായതുകൊണ്ട്, അള്ളാഹിനെ പറ്റി പറഞ്ഞ വാദമായതുകൊണ്ടാണ് അള്ളാഹു ദേഷ്യപ്പെടുന്നത്. നേരെ മറിച്ച് അള്ളാഹിനെ പറ്റിയല്ല, അത് അവരെ വേറെ ഏതോ ഒരു അള്ളണ്ട്, ആ അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്നാ പറഞ്ഞത്. എനിക്കെന്താ ചെയ്തെന്നല്ലേ? പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണോ പറഞ്ഞത്? അള്ളാഹു അതിനെ ഗൗരവത്തോടെ കാണുകയും ഗൗരവതരമായ മറുപടി അതിന് കൊടുക്കുകയും ചെയ്തിട്ടില്ലേ? ആ കാര്യം ഞാനന്ന് ആവർത്തിച്ച് ചോദിച്ചിട്ട് പേരോട് മറുപടി പറയാൻ വേണ്ടി വന്നിട്ട് ഒരക്ഷരം അതിനെ സംബന്ധിച്ച് പറഞ്ഞോ? പറഞ്ഞിട്ടില്ലല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ആ പറഞ്ഞ ഭാഗം ഒന്നുകൂടി നിങ്ങളെ കേൾപ്പിക്കുന്നു. നമ്മൾ പറയുന്ന അതേ അള്ളാനെ തന്നെയാണ് അവരും അള്ളാന്ന് വിളിച്ചത്. അതല്ല ഈ പടച്ചതമ്പുരാൻ എന്തിനാണ് ദേഷ്യപ്പെട്ടത്? അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറഞ്ഞപ്പോ അള്ളാഹു ദേഷ്യം പിടിച്ചില്ലേ? അള്ളാഹുവിനെ പറ്റി അവരെന്ത് പറഞ്ഞു? വഖാലു ഇത്തഖദർ റഹ്മാനു വലദാ. അവര് പറഞ്ഞു റഹ്മാനായ അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി പടച്ചോൻ എന്താ പറഞ്ഞത്? വമ്പിച്ച വാക്കാ നിങ്ങളാ പറഞ്ഞു കേട്ടോ. ആകാശം പൊട്ടിപ്പൊളരും ഭൂമി വിണ്ടുകീറുന്ന വർത്താന, പർവ്വതം കിടുകിടുക്കണ വർത്താനാ നിങ്ങൾ പറഞ്ഞത് അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്നുള്ളത്. അള്ളാഹ് എന്തിനാ ദേഷ്യപ്പെടുന്നത്? അള്ളാഹ്ക്ക് ഇത്ര വിചാരിച്ചാ പോലെ, അത് ഇന്നെ പറ്റിയല്ല, അത് അവർക്ക് ഏതോ ഒരു അള്ളണ്ട്, അവർക്ക് ഏതോ ഒരു സങ്കല്പത്തിനൊരു അള്ളണ്ട്. ആ അള്ളാഹ്ക്ക് കുട്ടിയുണ്ടായിക്കോട്ടെ, എനിക്കെന്താ ഛേദം എന്ന് പറഞ്ഞാ പോരെ. പക്ഷേ അള്ളാഹു എന്താ പറഞ്ഞത്? ഭയങ്കര ഗൗരവമുള്ള വാക്കാ നിങ്ങൾ പറഞ്ഞത്. അള്ളാഹു ദേഷ്യം പിടിച്ചു, ദേഷ്യപ്പെട്ടു. എന്താ കാരണം? അത് അള്ളാഹിനെ തന്നെയാ പറഞ്ഞത്. നമ്മൾ പറയണ അതേ അള്ളാഹിനെ പറ്റി തന്നെ കുട്ടിയുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? ദേഷ്യപ്പെട്ടത്. ഇത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന യാഥാർത്ഥ്യം. വളരെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു. പേരോട് മിണ്ടിയില്ല. എന്തേ? 2 ദിവസം പ്രസംഗിച്ചിട്ട്, 2 ദിവസം നിങ്ങൾ പ്രസംഗിച്ചിട്ട് എന്റെ 1-ാമത്തെ ദിവസത്തെ പ്രസംഗത്തിന് മാത്രമാണ് നിങ്ങൾ മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കുകയെങ്കിലും ചെയ്തത്. ശ്രദ്ധിക്കണം നിങ്ങൾ. അന്ന് 2 ദിവസമാണ് നമ്മൾ പ്രസംഗിച്ചത്. ആ 2 ദിവസത്തെ പ്രസംഗത്തിൽ 1 ദിവസത്തെ പ്രസംഗത്തിന് മാത്രമാണ് നിങ്ങൾ മറുപടി പറഞ്ഞത് എന്നല്ല, മറുപടി പറഞ്ഞു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചത്. അത് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. 2-ാമത്തെ ദിവസത്തെ പ്രസംഗമോ തൊട്ടിട്ടില്ല നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് പറയാണ്ടാവും, ഞാൻ കുറെ CD ഇറക്കിയിട്ടില്ലേ, മൗലവി മറുപടി പറഞ്ഞോ? നാദാപുരത്തെന്ന് പറ, നാദാപുരത്തെന്ന് പറയണം മറുപടി. നാദാപുരത്തെ ഖണ്ഡനം എന്ന് പറഞ്ഞിട്ട് ലോകത്ത് മുഴുവൻ നടന്ന് പ്രസംഗിച്ചിട്ട് നാദാപുരം ഖണ്ഡനം എന്ന് പറഞ്ഞിട്ട് വിൽക്കല്ല വേണ്ടത്. നിങ്ങൾ അവിടെ ഇവിടെയും പോയി പറഞ്ഞതിനൊക്കെ മറുപടി പറയല എനിക്ക് പണി? എനിക്കതാണോ പണി? നിങ്ങൾ നാദാപുരത്ത് മറുപടി എന്ന് പറഞ്ഞിട്ട് പറയും. എന്നിട്ട് മൂപ്പരിക്ക് തന്നെ വീട്ടിൽ ചെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ടില്ല കേട്ടോ, ശരിയായിട്ടില്ല. അപ്പൊ മൂപ്പര് CD പെട്ടെന്ന്